ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. അതായത് ഞാനിന്ന് സ്ട്രീറ്റ് ഡോഗ്സിന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഫുഡ് കൊടുക്കാനാണ്. അതായത് നമ്മളൊരു പെഡിഗ്രി മേടിച്ചിട്ടുണ്ട്. അത് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർക്ക് ഇന്ന് കൊടുക്കാൻ പോകുന്ന കാഴ്ചയായിരിക്കും നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാണ്ട് അവരുടെ സന്തോഷം അത് കിട്ടിക്കഴിയുമ്പോഴുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ പെഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ 500 ഗ്രാം അടുക്കുന്നുണ്ട്. ഇത് പെഡിഗ്രി ഒരു സാധാ പെഡിഗ്രിയാണ്. അതായത് വലിയ കോസ്റ്റൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ കൂടിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഡോഗ്സിന് കൊടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് പാക്ക് ചെയ്തിട്ടുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പെഡിഗ്രിയും സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 4 കൂടായിട്ട് നമ്മൾ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ, പെഡിഗ്രിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും സ്ട്രീറ്റ് ഡോഗ്സിന് കൊടുക്കാൻ പോവാണ്. ഇനി ആദ്യമേ അവരെ കണ്ടുപിടിക്കണം. അതിനുശേഷം അവർക്ക് കൊടുക്കുമ്പോഴുള്ള അവരുടെ സന്തോഷവും പ്രതികരണമൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇനി ഇടാൻ പോകുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ കുറച്ച് പെഡിഗ്രി ഞാൻ കാറിലേക്ക് കൊണ്ട് മാറ്റി വെച്ചായിരുന്നു. എന്തായാലും നമ്മളൊരു കാര്യത്തിന് പോവല്ലേ, അപ്പം അവനും കൂടെ ഫുഡ് കൊടുത്തിട്ട് പോകാമെന്ന് ഉദ്ദേശിച്ച് അവനും കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അത്യാവശ്യം കിലോമീറ്റർ നമ്മൾ പോയതിന് ശേഷം ഒരു പള്ളിയരികിലാണ് ഞാൻ ഈ 4 മക്കളെ കാണുന്നത് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ കുറേ നേരം കുറേ റോഡരികിലും ഇടറൂട്ടുകളിലെല്ലാം നോക്കി. അങ്ങനെ ഞാൻ ഈ പള്ളിയരികിൽ വെച്ചാണ് ഈ മക്കളെ കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഡിവൈഡ് ചെയ്ത ഫുഡ്സ് എല്ലാം ഇവർക്ക് അപ്പം തന്നെ കൊടുക്കാമല്ലോ, അധികം അലിഞ്ഞ് തിരിഞ്ഞ് നടക്കണ്ടല്ലോ എന്നോർത്ത് എനിക്ക് അപ്പം തന്നെ ആ മാതാവിനോട് സത്യം ഞാൻ നന്ദി പറഞ്ഞിട്ടാണ് അവർക്ക് ഞാൻ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത്. കാരണം കറക്റ്റ് നമ്മൾ 4 പേർക്കാണ് ഡിവൈഡ് ചെയ്തത് ഫുഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ എൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് അവർക്കുള്ള ഫുഡ്സൊക്കെ ആയിട്ട് ഞാൻ പോയി. സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ അവിടുത്തെ നാട്ടുകാർ കുറച്ച് പ്രശ്നമായിരുന്നു. കാരണം അവർക്ക് ഫുഡ് കൊടുക്കുന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് രണ്ടും കൽപ്പിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ദൂരെ നിന്നാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. കാരണം ഞാൻ അടുക്കെ എത്തും തോറും ഇവർക്ക് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ. അവിടുത്തെ ആൾക്കാരൊക്കെ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര ആട്ടിപ്പായച്ച് അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെ നോക്കത്ത് പോലുമില്ല. കാരണം ആട്ടിപ്പായച്ച് കല്ലെറിഞ്ഞൊക്കെ ഇവിടുന്ന് ടീംസാണ്. അപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന നിമിഷം. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്നുള്ള വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഞാൻ ഇതുപോലുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇനിയും ഞാൻ ഫുഡ്സ് മേടിച്ച് കൊടുക്കുന്നതായിരിക്കും. കാരണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തപ്പോൾ. എന്തായാലും ഞാൻ ഇനിയും വാങ്ങിച്ചു കൊടുക്കും. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകണം.